ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ഫ്ലോപ്പായി. അതിൽ പിടിച്ചൊക്കെ ഞാൻ കുറച്ച് ഹോപ്പ് അങ്ങോട്ട് കൊടുത്ത് അതും ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് അധികം റിലേറ്റബിൾ ആയി തോന്നിയേക്കാം. ഡിഗ്രി കഴിഞ്ഞ പാട് ഞാൻ ആഗ്രഹിച്ച പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ആയിരുന്നു. അങ്ങനെ ഞാൻ റെസ്യൂമേ അയക്കുന്നു, കൊച്ചിക്ക് പോകുന്നു. അതുവരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര പോസിറ്റീവായിരുന്നേ. പക്ഷേ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഐ വാസ് ലൈക്ക് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ മതിയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഒരു വഴി ഇല്ലാതായപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ട്രെയിൻ കയറി. ജനറലാണ് കയറിയത്. എൻ്റെ തൊട്ടിപ്പുറത്തൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്തൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അത് ഫ്ലോപ്പ് ആവുകയും ചെയ്ത്. അപ്പം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. സോ എനിക്ക് ഭയങ്കര സങ്കടം. ഇടയ്ക്ക് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചാലും നമ്മൾ തളരരുത് രാമൻകുട്ടി എന്ന് ഞാൻ എന്നോട് സ്വയം പറഞ്ഞുകൊണ്ട് കുറച്ച് ഹെഡ്ഫോണിൽ പാട്ടൊക്കെ കേട്ട് ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഞാൻ ഇങ്ങനെ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എനിവേ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ ഇതൊക്കെ അറിയാൻ വേണ്ടി എനിക്ക് പറ്റുമല്ലോ. എനിക്ക് ലക്കുണ്ട്. എങ്ങനെ പോലും ഞാൻ ലക്കി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സോ അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് ഭാഗ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ എൻ്റെ മുഖത്ത് നിറയെ തൈര് വീഴാണ്. നിങ്ങൾ ഓർക്കണം, ഞാൻ ജനറലിലാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് എൻ്റെ ബാഗ് മടിയിലുണ്ട്, അതുപോലെ എൻ്റെ കയ്യിൽ എൻ്റെ ഫോണുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുഖം നിറയെ തൈര്, അതുപോലെ എൻ്റെ ബാഗിൽ തൈര്, എൻ്റെ ഷർട്ടിൽ തൈര്, എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ തൈര്, മൊത്തത്തിൽ തൈര്. എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ചേച്ചി എവിടുന്നോ ഫുഡ് വാങ്ങിയിട്ട് ജസ്റ്റ് അവർ ആർക്കോ പാസ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റതായിരുന്നു. ഈ എഴുന്നേറ്റ സമയത്ത് ഇവരുടെ കയ്യിൽ ഈ തൈരിൻ്റെ കവർ ഇരിക്കുന്നുണ്ട്. ഇവരിത് പ്രസ് ചെയ്ത സമയത്ത് എൻ്റെ മുഖത്ത് ഫുൾ ഇതാവുകയാണ് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, അവിടെ അത്രയും ആൾക്കാരുണ്ടായിട്ടും വൈ മീ, എന്തുകൊണ്ട് എന്നെ തന്നെ എടുത്തു? ഇങ്ങനെ എൻ്റെ മേലെ എന്നെ കറക്റ്റായിട്ട് വീണു. എന്തൊരു ഭാഗ്യമാണ്. പക്ഷെ അതല്ല, നിങ്ങൾ ആ ടൈമിങ് നോക്കണേ. കറക്റ്റായിട്ട് അത് എൻ്റെ മേലെ തന്നെ വന്ന് വീഴുകയും ചെയ്തു. പോരാത്തിന് ഞാൻ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്, ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ എന്ന് പറഞ്ഞ ടൈമിൽ അത് ആര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മൈൻഡിൽ ഇത് കറക്റ്റായിട്ട് പറയുന്ന സമയത്താണ് ഇത് എൻ്റെ മുഖത്ത് വന്ന് വീഴുന്നത്. അപ്പം ഞാൻ വിചാരിക്കുക, യെസ്, ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ. ഗുഡ് തിങ് ആണ് ഹാപ്പൻ ആയിട്ടുള്ളത്. എല്ലാവരുടെ മുന്നിൽ വെച്ച് പബ്ലിക്കായിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പറ്റി, തൈരിൻ്റെ ഫേഷ്യൽ. ഓർക്കപ്പുറത്ത് അടി കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഓർക്കപ്പുറത്ത് മേൽ തൈര് വീഴുന്നത്.